അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ളുഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് സൂറത്തുൽ ളുഹയിലെ അവസാനത്തെ 3 ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് അല്ലേ? അനാഥനായിരുന്നു, വഴിയറിയാത്തവനായിരുന്നു, ദരിദ്രനായിരുന്നു. അപ്പോഴൊക്കെ അള്ളാഹു കൂടെയുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹു താങ്കളെ കൈവിടില്ല, വെറുക്കുകയുമില്ല എന്നതാണ് ഈ സൂറയിൽ അള്ളാഹു നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി അവസാനമായിട്ട് 3 ആയത്തുകളിൽ 3 കൽപ്പനകൾ, 3 നിർദ്ദേശങ്ങൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകാൻ പോവാണ്. فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. എന്താ 3 കാര്യങ്ങൾ? ഫ അതിനാൽ, അമ്മ എന്ന് ചേർത്ത് പറയുന്നുണ്ട്. ഫ അമ്മ അതിനാൽ എന്ന് നമുക്ക് അർത്ഥം പറയാം. അൽ യതീം അനാഥയെ, ഫ അപ്പോൾ, ലാ അരുത്, തഖ്ഹർ ഖഹറ യഖ്ഹറു പീഡിപ്പിച്ചു, ഞെരുക്കി, പ്രയാസപ്പെടുത്തി എന്നൊക്കെയാണ്. ഫ അമ്മൽ യതീമ ഫലാ തഖ്ഹർ അതിനാൽ അനാഥയെ താങ്കൾ പീഡിപ്പിക്കരുത്. അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണ്. താങ്കൾ ഒരു കാലത്ത് അനാഥനായിരുന്നില്ലേ? അപ്പൊ അള്ളാഹു അല്ലേ അഭയം നൽകിയത്? അതേപോലെ ഒരു അനാഥൻ താങ്കളുടെ മുമ്പിൽ വന്നാൽ അതിനെ ചേർത്ത് പിടിക്കണം കേട്ടോ. അത് സങ്കടപ്പെടുന്ന ഒരു പച്ചക്കരളാണ്. ആ കുട്ടിയെ ചേർത്ത് പിടിക്കും. അതിന് വാപ്പില്ലല്ലോ, ഒറ്റപ്പെട്ടു പോയവനല്ലേ, തനിച്ചാക്കരുത് എന്ന് പറയാണ്. എന്തല്ലേ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ മനുഷ്യനും നൽകുന്ന കെയറിംഗ് ആണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫഅമ്മൽ യതീം അതിനാൽ ഏതെങ്കിലും ഒരു അനാഥൻ താങ്കളുടെ മുമ്പിൽ വന്നു പെട്ടാൽ ഫലാ തഖ്ഹർ അവനെ പീഡിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല ഈ പറയുന്നത്, നമ്മോട് കൂടിയാണ് അല്ലേ? നമ്മോടാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര മക്കളെയാണ് ആളുകൾ പിച്ചു ചീന്തി കൊന്നുകളയുന്നത് അല്ലേ? പത്രങ്ങളൊക്കെ നമ്മൾ വായിക്കാറില്ലേ? വല്ലാതെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് മക്കളെയൊക്കെ കൊന്നുകളയുന്നതൊക്കെ കാണാം. ബാലപീഡനങ്ങൾ നടക്കുന്നത് കാണാം. അള്ളാഹു പറയാണ് ഇങ്ങനെ, കാരണം താങ്കൾ അനാഥനായിരുന്നു, അള്ളാഹുവാണ് താങ്കൾക്ക് അഭയം നൽകിയത്. ആ ഓർമ്മ വേണം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സിമ്പൽ കാണിച്ചില്ല ഒരിക്കലേ? ഇങ്ങനെ 2 വിരൽ ചേർത്ത് പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? അന അന വകാഫിലുൽ യതീം ഹാക്കദാ ഫിൽ ജന്ന. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ചേർന്ന് നിൽക്കും എന്നാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ അയാൾക്ക് പറ്റും. അങ്ങനെയാണ് അനാഥ സംരക്ഷണത്തിൻ്റെ ചിഹ്നമായിട്ടത് മാറില്ലേ? അങ്ങനെയാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയും ഒരുതരം പരുക്കൻ മനോഭാവമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇംസഹ് റഅ്സൽ യതീം അനാഥയെ തലോടൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? അവിടുത്തെ വീട്ടിൽ അനാഥ മക്കളെ സംരക്ഷിക്കാറുണ്ടായിരുന്നു. ഫ അമ്മൽ യതീമ ഫലാ തഖ്ഹർ അതിനാൽ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കണം. രണ്ടാമത് എന്താ പറയുന്നത്? വ അമ്മ സായില ഫലാ തൻഹർ. വ അമ്മ അതിനാൽ അസായിൽ, സഅല ചോദിച്ചു എന്നാണ്, ഖാല പറഞ്ഞു, സഅല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തുസ്അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പോൾ സഅല ചോദിച്ചു, വ അമ്മ അതിനാൽ അസായിൽ ചോദിക്കുന്നവൻ, സായിൽ ചോദിക്കുന്നവനാണ്,
അസ്സായിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശപൂർവം എന്തോ ഒരു കാര്യം ചോദിച്ചു വരുന്ന ആൾ. അമ്മസായിൽ ഫ അപ്പോൾ അങ്ങനെ ഒരാൾ വന്നാൽ ലാ അരുത്, തൻഹർ നഹറ ആട്ടിയകറ്റുക എന്നാണ്. ഫലാ തൻഹർ താങ്കൾ അവനെ ആട്ടി അകറ്റരുത്. വ അമ്മസായില ഫലാ തൻഹർ ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്. എന്തായിരിക്കും അതിലൊന്ന്? നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു യാചനയാണ്. യാചിച്ചു വരുന്ന ആൾക്കാർ വല്ലതും തരണേ എന്ന് ചോദിച്ചു വരുമ്പോൾ ഉള്ളത് കൊടുക്കണം എന്നാണ്. ഇല്ലെങ്കിലോ അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അല്ലേ? അപ്പോഴും അയാളെ മോശമാക്കരുത്, അയാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തരുത് എന്നാണ്. അതേ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ആളുകളിങ്ങനെ ബെഗേഴ്സ് ടൗണിലൊക്കെ ഇങ്ങനെ നടന്ന് വീടുകളിലൊക്കെ വന്ന് ഇങ്ങനെ കാശ് വാങ്ങിക്കുന്നില്ലേ? ചില ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കി ഒരുപാട് കാശുണ്ടാവും, അല്ലേ? അങ്ങനെ വലിയ സമ്പന്നരായ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരോട് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് നടന്ന ആൾക്കാർ. അങ്ങനെ ചെയ്യാനും പാടില്ല. അതേസമയം ഒരാളൊരു ആവശ്യം ഉന്നയിച്ച് നമ്മുടെ മുമ്പിൽ വന്നാൽ അയാളെ പരിഗണിക്കണം. ഒരാളൊരു ഉപദേശം തേടി വന്നാൽ അയാൾക്ക് നമുക്ക് അറിയുമെങ്കിൽ പരിഹാരം പറഞ്ഞു കൊടുക്കണം. ഒരു അറിവ് ചോദിച്ചാൽ അറിവ് നൽകണം. നമ്മുടെ കയ്യിലുള്ള വല്ലതും ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ സന്നദ്ധരാവണം, അല്ലേ? സമയം വളരെ വിലയേറിയതാണ്. ഒരാൾ സമയം ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ ഒന്ന് അവിടം വരെ വരുമോ? അപ്പോൾ ആ സമയം നൽകാൻ പറ്റണം. ആരോഗ്യം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്. താങ്കൾ വഴി അറിയാത്തവനായപ്പോൾ അവനല്ലേ വഴി കാണിച്ചു തന്നത്. അപ്പം അങ്ങനെ പലരും പല കാര്യങ്ങളും വിവരങ്ങൾ അറിയാൻ, സത്യം അറിയാൻ, ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. അവസാനമായിട്ട് എന്താ പറയുന്നത്? അതിനാൽ എന്ത് ചെയ്യണം? ബിനിഅമത്തി റബ്ബിക്, നിഅമ അനുഗ്രഹം, ബിനിഅമ അനുഗ്രഹത്തെ, റബ്ബിക നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ എന്ത് ചെയ്യണം? അപ്പോൾ ഹദ്ദസ എടുത്തു പറഞ്ഞു, വിളംബരം ചെയ്തു എന്നാണ്. ഹദ്ദസ യുഹദ്ദിസു പറയുക എന്നാണ് വാക്കിൻ്റെ ശരിക്കർത്ഥം. നമ്മളത് എവിടെ പഠിച്ചത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അല്ലേ? സൂറ അസ്സൽസലയിൽ പഠിക്കുന്നുണ്ട്. ഭൂമി സംസാരിക്കും, നാളെ പരലോകത്ത് അതിൻ്റെ വാർത്തകൾ വിളിച്ചു പറയും. വഹദ്ദിസ് എന്നത് കൽപ്പനക്രിയയാണ്. വഅമ്മ അതിനാൽ ബിനിഅമത്തി റബ്ബിക് നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ, ഫഹദ്ദിസ് നീ വിളംബരം ചെയ്യുക, നീ അത് ജനങ്ങൾക്കിടയിൽ അനൗൺസ് ചെയ്യണം എന്നാ പറയുന്നത്. അനുഗ്രഹത്തെ വിളിച്ചു പറയുക എന്ന് അല്ലാഹു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും പറയാം? ഇതൊക്കെ പറയാലോ. അനാഥനായപ്പോൾ എന്നെ സംരക്ഷിച്ച അള്ളാഹു ആണ്, വഴിയറിയാത്തവനായിരിക്കെ വഴി കാണിച്ചത് അള്ളാഹു ആണ്, ദരിദ്രനായപ്പോൾ ധന്യനാക്കിയത് അള്ളാഹു ആണ്, അല്ലേ? ഇങ്ങനെ എത്ര പറയാനുണ്ടാവും. നമുക്കും പറയാനുണ്ടാവില്ലേ? ഒരുപാട് പറയാനുണ്ടാവും, അല്ലേ? നിഅമ എന്ന വാക്കാണ് അനുഗ്രഹത്തിന് വന്നത്. നേരത്തെ വേറൊരു വാക്ക് നമ്മൾ പഠിച്ചില്ലേ? സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അവിടെയും അനുഗ്രഹം എന്നാണ് അർത്ഥം. നഈം നിഅമത്ത്, അല്ലേ? അപ്പൊ ഇവിടെ നിഅമത്താണ് പ്രയോഗിച്ചിരിക്കുന്നത്. വഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതായിരിക്കും? അള്ളാഹു നമുക്ക് തന്നതിൽ ഹിദായത്താണ്, അല്ലേ? സന്മാർഗമാണ്, ഇസ്ലാമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും പറയാറുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിനോട് അവർ ചിലപ്പോൾ നല്ല ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ ഇതാ നീ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ നമ്മൾ? അതല്ലേ പറയേണ്ടത് ശരിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനൊരു വഴി എനിക്കറിയാം, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഈ ലോകത്ത് വിജയിക്കാനുള്ള വഴിയാണ് എന്ന് പറയാം. അതേപോലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുക. അത് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. നല്ല ഡ്രസ്സുണ്ട്, പക്ഷെ അയാൾ എപ്പോഴും കീറിയതേ ഇടുള്ളൂ. എന്തിനാണ്? ഞാൻ ലളിത ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് കീറിയതിട്ട് നടക്കുന്നത്. അങ്ങനെ വേണം? അങ്ങനെ വേണ്ടയില്ല. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ
അവനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അങ്ങനെ ചെയ്യണം. അൽഹംദുലില്ല. ആരെങ്കിലും എന്തൊക്കെയാ വിശേഷം ചോദിക്കുമ്പോൾ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു, എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈല്. അങ്ങനെയല്ല, അൽഹംദുലില്ല, നല്ല സുഖമാണ്, നല്ല നിലയ്ക്ക് പോകുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എന്ന് പറയുമ്പോൾ അത് പഠിച്ചവനുള്ള വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു നന്ദി പ്രകടനം കൂടിയായിരിക്കും അത്. ആ നിലയിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? അനാഥയെ പേടിപ്പിക്കരുത്, ചോദിച്ചു വരുന്നവനെ ആട്ടിയകറ്റരുത്, അനുഗ്രഹങ്ങൾ വിളംബരം ചെയ്യണം. അപ്പോൾ 3 അനുഗ്രഹം കൊടുത്തതിന് പകരമായിട്ട് ജനങ്ങളോട് ഈ 3 രൂപത്തിൽ പെരുമാറണം എന്നുകൂടി പറയാൻ. ഇങ്ങനെ സൂറത്തുൽ ദുഹ സമാപിക്കാൻ ഈ 11 ആയത്തുകളിലൂടെ അല്ലാഹു തആല 5 മഹത്തരമായ ആശയങ്ങളാണ് നമുക്ക് പകർന്നു തന്നത് അല്ലേ? അതുകൊണ്ട് സൂറത്തുൽ ദുഹയെ സ്നേഹിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ സൂറ ഓതണം. എന്നിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ലൈഫിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.